സാധനങ്ങൾ മേടിച്ചു മേടിച്ചിട്ട് കൊറേ ഉണ്ട്. അവനെവിടെ വേറെടുക്കാൻ പോയിട്ടുണ്ട്. നമ്മള് പാക്ക് ചെയ്തോ. ഇനി അഥവാ കൂടാണെങ്കിൽ 30 കിലോ പാർസൽ ഇട്ടോട്ടെ. അതൊക്കെ വേണ്ടിട്ട് ഉണ്ടാവും. പൈസ ഇല്ലാണ്ടിരിക്കുന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കാന്ന് കുറച്ച് പൈസ ഒക്കെ കുഴപ്പമുള്ളതല്ല. കല്യാണത്തിന് പോവല്ലേ, അപ്പൊ ഏതായാലും സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിക്കോട്ടെ. വരും. എന്താ ഈ കെട്ടിലേക്ക് കഴിഞ്ഞാ? ഇല്ല, കെട്ടി കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി സാധനങ്ങൾ വരാനുണ്ട്. മേടിക്കാൻ വിളിക്കണം. അസ്സലാമു അലൈക്കും. എല്ലാരും ഉണ്ടല്ലോ. എവിടെ നാട്ടിൽ പോകാനാ? എവിടെ? വേഗമായി എന്റെ നാട്ടുകാരൊക്കെ എന്നെ കാണാൻ വന്നിരിക്കണേ. വേഗമാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹ്. ആളൊന്നും ഉഷാറായിക്കണല്ലോ. ആ മീശയും കൂടെ ഒന്ന് കറുപ്പിക്കായിരുന്നുണ്ടെങ്കിൽ മോളുടെ കല്യാണത്തിന് ശേഷം ഒന്നും കൂടെ നോക്കായിരുന്നു കേട്ടാ. ഒന്നിനെ കഴിച്ചാൽ മര്യാദക്കുള്ള ജീവിതം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്താ സജീവിക്കങ്ങളെ അങ്ങനെ പറയണേ? അല്ല, നമ്മളല്ല സജീവിക്ക കൊല്ലത്തില് 1 മാസം നാട്ടിൽ പോണത്. സാധാരണക്കാരായ നമ്മളൊക്കെ വർഷത്തില് 1 മാസം നാട്ടിൽ കൊണ്ട് ശരിയൊക്കെ തന്നെ. പക്ഷേ ഒരു 20 വർഷക്കാലം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ നമ്മളെ കുടുംബത്തിനോടൊപ്പം എത്ര കാലം ജീവിച്ചിട്ടുണ്ടാവും? 2 വർഷം പോലും ഉണ്ടാവില്ല. ഒന്ന് ചിന്തിച്ചു നോക്കെ. എന്നിട്ടാ പുതിയ ഒന്നിനും കെട്ടിക്കൊണ്ടിട്ട് അതിന്റെ കൂടി ജീവിതം കളയുന്നു. അത് ശരിയാ. അല്ല, എന്താ ഈ സ്വർണവും ഡ്രസ്സൊക്കെ എടുത്തോ? ഞാന് പറയാൻ വിട്ട്. നമ്മള് അന്ന് പറഞ്ഞില്ലേ ബാങ്കിന്റെ ലോണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയായി. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവര് കിട്ടി കഴിഞ്ഞപ്പോ സ്വർണം ഡ്രസ്സൊക്കെ എടുത്താലൊന്നുമില്ല. ആ പരിപാടിയൊക്കെ കണ്ട് കഴിഞ്ഞു. നാട്ടിൽ നിന്നാണല്ലോ ആരൊക്കെ ഈ നേരത്തെ വിളിക്കുന്നത്. ഒരു മിനിറ്റ്. റാഷിയ, സജീബ് ഖാന്റെ മോള് ചതിച്ചടാ. അവള് വേറൊരുത്തന്റെ കൂടെ പോയി. ആ സ്വർണം പൈസയൊക്കെ ആയിട്ടാണ് പോയിട്ടില്ല. എങ്ങനെയിപ്പോ മൂപ്പരടുത്ത് പറയാ? ആളാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കി നിൽക്കുക. എന്ത് പ്രശ്നം? എന്തെല്ലാരും വല്ലായ്മ വരുന്താ? സജീബ് ഖാ, ചെറിയൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ വിഷമിക്കരുത്. മോള് നമ്മളെ ചതിച്ച്. ശങ്കി കൊള്ളുന്ന തമാശ ഒന്നും പറയലട്ടാ. ഇല്ല സജീബ് ഖാ, ഓള് വേറൊരുത്തൻ്റെ കൂടെ പൊളിച്ചു കൊടുക്കും. എന്റെ മോള് എന്റെ സമ്മതം ചോദിച്ചിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് മുതിർന്നത്. ഇനി എന്റെ ഉമ്മാനെ കുറിച്ച് ആലോചിച്ചില്ലായിരുന്നു. എന്റെ താഴെ 2 മക്കളുണ്ടായിരുന്നില്ലേ, അവരെ കുറിച്ചെങ്കിലും എനിക്കൊന്നും ഓർക്കാറുന്നില്ലേ? എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? സ്വന്തം മക്കളെ കുറിച്ച് പ്രതീക്ഷയോടെ ഒരു സ്വപ്നം കാണാൻ മാതാപിതാക്കളായി നമുക്കൊന്നൊരു അവകാശമില്ലേ? മക്കളെ, നിങ്ങൾക്കൊക്കെ ഈ വേദന മനസ്സിലാവണമെങ്കിൽ നാളെ നിങ്ങളും ഒരു മാതാപിതാക്കളാവണം. അപ്പോഴേ ഈ ഉള്ളവന്റെ വേദനക്ക് നിങ്ങൾക്ക് മനസ്സിലാവും.